നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ BRS നേതാവ് കെ കവിതയും ഇനിയും തിഹാർ ജയിലിൽ തുടരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇരുവരും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇനിയും കഴിയേണ്ടി വരും. 14 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ ഇരുവരെയും റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഡൽഹി തിഹാർ ജയിലിൽ കഴിയുന്ന രണ്ടുപേരെയും കസ്റ്റഡി കാലാവധി കഴിയുന്ന മെയ് 7 കോടതിയിൽ വീണ്ടും ഹാജരാക്കും. മാർച്ച് 21 കെജ്രിവാളിനെ ED സംഘം അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിൽ പോലും അതിന് ഫലമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏപ്രിൽ 15 ഹർജിയിൽ വാദം കേട്ട കോടതി EDയുടെ മറുപടി തേടിയിരിക്കുകയാണ്. അറസ്റ്റ് ചോദ്യം ചെയ്ത ഹർജി നേരത്തെ തന്നെ ഡൽഹി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നായിരുന്നു കെജ്രിവാൾ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ തയ്യാറായത്. തിഹാർ ജയിലിൽ ദിവസേന 15 മിനിറ്റ് നേരം വൈദ്യ പരിശോധനയ്ക്ക് അനുമതി നൽകണമെന്ന കെജ്രിവാളിന്റെ ഹർജി കഴിഞ്ഞ ദിവസമാണ് റോസ് അവന്യൂ കോടതി തള്ളിയത്. ആവശ്യമായ വൈദ്യ ചികിത്സ പരിശോധനയും ഒക്കെ തന്നെ അവിടെ തന്നെ സജ്ജീകരിക്കണമെന്ന പ്രത്യേക പരിശോധന നടത്തണമെങ്കിൽ ആവശ്യമായ ഘട്ടത്തിൽ മെഡിക്കൽ ബോർഡിനെ ജയിൽ അധികൃതർ പരിഗണിക്കാമെന്നുമാണ് കോടതി പറഞ്ഞത്. അല്ലാതെ കെജ്രിവാളിന്റെ സൗകര്യാർത്ഥം ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി. നേരത്തെ കെജ്രിവാളിനെ ഇടക്കാല ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന ഒരു ഹർജി നൽകിയിരുന്നു. അതും തള്ളിയിട്ടുണ്ടായിരുന്നു. EDയും സംസ്ഥാനവും രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ക്രിമിനൽ കേസുകളിൽ നിന്നും ഇടക്കാല ജാമ്യം നൽകി ജയിൽ മോചിതനാക്കണമെന്ന ആവശ്യമായിരുന്നു ഹർജിയിലൂടെ മുന്നോട്ട് വെച്ചത്. ഇതിനെ പൂർണ്ണമായി നിരാകരിക്കുകയായിരുന്നു ഡൽഹി കോടതി. അതോടൊപ്പം പരാതിക്കാരന് 75,000 രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു. ആം ആദ്മി നേതാവ് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ളത് കോടതിയുടെ ഉത്തരവിലാണെന്ന് കോടതി പ്രത്യേകം പരാമർശിച്ചു. അല്ലാതെ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യം നിലവിലില്ല. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സാഹചര്യമൊക്കെ തന്നെ ആസന്നമായ ഘട്ടത്തിൽ ഏപ്രിൽ 15 കെജ്രിവാളിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളിയതും വലിയ തിരിച്ചടി തന്നെയാണ്. അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതായിരുന്നു ആദ്യത്തെ തിരിച്ചടി. അതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിച്ച് അവിടെ നിന്നും സമാനമായ ഒരു അവസ്ഥ ഉണ്ടായത്. ഗോവ, പഞ്ചാബ് തിരഞ്ഞെടുപ്പുകൾക്കായി കെജ്രിവാൾ പണം നൽകിയെന്ന് വ്യക്തമാക്കുന്ന മതിയായ തെളിവുകളും ആം ആദ്മി പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയുടെ മൊഴിയും ED സംഘത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുള്ള റിമാൻഡും ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. ഇതിൽ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിശദമായ വ്യക്തമായ തെളിവുകൾ ED സംഘം കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് പരിശോധിച്ച് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതെന്നും കോടതി തന്നെ ചൂണ്ടിക്കാട്ടി. മുൻ തെലങ്കാന മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിന്റെ മകളാണ് നിലവിൽ ജയിലിൽ കഴിയുന്ന K കവിത. 46-കാരിയായ കവിത ഡൽഹിയിൽ പുതിയ മദ്യനയം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഭരണ പാർട്ടിയായ ആം ആദ്മിക്ക് 100 കോടി രൂപ നൽകിയതായി സൗത്ത് ഗ്രൂപ്പ് എന്ന കമ്പനിയുമായി കവിതയ്ക്ക് ബന്ധമുണ്ടെന്നും ഇതിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് EDയുടെ ചോദ്യം ചെയ്യലിന് വേണ്ടി കവിതയെ ഇപ്പോൾ തിഹാർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഹൈദരാബാദിലെ ബാൻജറ ഹിൽസിലുള്ള വസതിയിൽ വെച്ച് മാർച്ച് 15 K കവിതയെ ED സംഘം കസ്റ്റഡിയിലെടുത്തത്. തൊട്ടു പിന്നാലെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുവാങ്ങാനായി ഉത്തരവും നേടിയെടുത്തു. പിന്നീട് പ്രത്യേക കോടതി ഉത്തരവോടെയാണ് തിഹാർ ജയിലിനുള്ളിൽ വെച്ച് CBI സംഘം ഇപ്പോൾ കവിതയെ ചോദ്യം ചെയ്തു പോരുന്നത്. തുടർന്ന് ജയിലിനുള്ളിൽ വെച്ച് തന്നെ അവരുടെ അറസ്റ്റും CBI രേഖപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.